സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പുതിയ മുന്നറിയിപ്പിൽ പറയുന്ന കാര്യങ്ങൾ? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം? അശ്വതി, വരുന്ന മണിക്കൂറുകളിൽ, അതായത് ഇന്ന് ഒരു ദിവസം ഇനിയുള്ള ബാക്കി മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 ജില്ലകൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ 2 ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയില്ലെങ്കിൽ പോലും ഇടത്തരം നേരിയ രീതിയിലുള്ള മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഒടുവിലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിലുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയും സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ളതാണ്. പക്ഷേ മഴയുടെ തോത് വരും ദിവസങ്ങളിൽ കുറയുമെന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഏത് സാഹചര്യത്തിലായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് തിരഞ്ഞു പിടിച്ചുകൊണ്ട് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പലയിടങ്ങളിലേക്കും, അതായത് മലയോര പ്രദേശങ്ങളിലടക്കം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ തീരദേശ മേഖലയിലുള്ളവരും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ മണിക്കൂറുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപകടങ്ങളിലേക്ക് സ്വയം ചെന്ന് പെടാതിരിക്കുക. ഒപ്പം തന്നെ ജലാശയങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്കും പുഴകളിലേക്കും ഒക്കെ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വേണമെന്ന് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. മഴയുടെ തോത് കുറയുന്ന എങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകളിലും ഇതിൽ മാറ്റം വരാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തിരുവനന്തപുരത്തടക്കം രാവിലെ മുതൽ ശാന്തമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ചെറിയ രീതിയിലുള്ള മഴയാണ് ഉണ്ടായിരുന്നുവെങ്കിലും ഓരോ മണിക്കൂറും ഇടവിട്ട മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര പ്രദേശങ്ങളിലടക്കം സമാനമായ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കാലാവസ്ഥാ കേന്ദ്രം ഒപ്പം തന്നെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. മഴയുടെ തോത് കുറഞ്ഞു വരുന്നത് ആശ്വാസകരമാണെങ്കിൽ പോലും മഴ പെയ്യാതിരിക്കില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഒന്നും തന്നെ വരുന്നില്ല. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. അശ്വതി. ശരി വീണ, വിവരങ്ങൾ വ്യക്തമാണ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്, ബാക്കി 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വീണ പങ്കുവച്ചത്.